സാറേ. ഓക്കെ, പറഞ്ഞോളൂ. ഒരിക്കൽ കൂടെ ക്യൂട്ടിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് തേർഡ് മൊഡ്യൂള്. അതിൽ സെറ്റ് തിയറിയുടെ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പ്രോബബിലിറ്റിയുടെ ഭാഗമാണ് പറയുന്നത്. അതിൽ കുറച്ച് തിയറി ഉണ്ട്, പിന്നെ കുറച്ച് പ്രോബ്ലം ഉണ്ട്. ഈ പ്രോബബിലിറ്റി നന്നായിട്ട് ശ്രദ്ധിക്കണ്ട, നല്ല ലോജിക്ക് വേണം. എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ തന്നെ ആൻസർ പറയാൻ പറ്റും. പ്രോബബിലിറ്റിയുടെ പ്രത്യേകത അതാണ്, ലോജിക്കാണ് വേണ്ടത്. അല്ലാണ്ട് കുറെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കുറെ ഇക്വേഷനും അങ്ങനൊന്നും വർക്കൗട്ട് ചെയ്യേണ്ട കാര്യമല്ല, മറിച്ച് ലോജിക്ക് വെച്ച് മാത്രം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യാന്നുള്ള മെത്തേഡൊക്കെ ഞാൻ പറയാം. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ തിരിച്ചു പോകാം. ഞാൻ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും കറക്റ്റ് ഫോളോ ചെയ്യാൻ നോക്കുക കേട്ടോ. ഞാൻ പറഞ്ഞില്ല, നല്ല ലോജിക്ക് വേണം, നല്ലോണം ആലോചിച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ജസ്റ്റ് വോയിസ് ആയിട്ട് തന്നെ പറയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, പ്രോബബിലിറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. എന്റെ വോയിസ് സ്ക്രീന് ഓക്കെ ആണോ എന്ന് പറയൂ കേട്ടോ. ക്ലിയർ ആണോ? വോയിസും സ്ക്രീനും ഒക്കെ റെഡി? യെസ് യെസ്, ഓക്കെ. ഇവിടെ നല്ല മഴയുള്ള സമയമാണ്, അപ്പോൾ ചിലപ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ഒന്ന് പറയണം കേട്ടോ. റെഡി? അപ്പോ പ്രോബബിലിറ്റി എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യമായിട്ട് വാട്ട് ഈസ് പ്രോബബിലിറ്റി? ഒരു 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് വാട്ട് ഈസ് പ്രോബബിലിറ്റി. ആ പ്രോബബിലിറ്റി എന്നുള്ളതിന്റെ അർത്ഥം സാധ്യത, ചാൻസ് എന്നതാണ്. ചാൻസ് എന്നതാണ്. കറക്റ്റ് നോക്കിയേ ഈ നോട്ടുകൾ. നെക്സ്റ്റ് നോക്കാം. പ്രോബബിലിറ്റി എന്ന ചാൻസ് ഉണ്ട്. സിമ്പിൾ ആയിട്ട് നമുക്ക് അങ്ങനെ പറയാം, സാധ്യതകൾക്കാണ് പ്രോബബിലിറ്റി എന്ന് പറയാം. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ദ ന്യൂമറിക്കൽ വാല്യൂ. നോക്കണേ, ന്യൂമറിക്കൽ അഥവാ നമ്പറിൽ പറയാൻ പറ്റുന്ന, അതാണ് ന്യൂമറിക്കൽ എന്നാണ് കേട്ടോ, സംഖ്യയിൽ പറയാൻ പറ്റുന്നത്. ഗിവൺ ടു ലൈക്ലിഹുഡ്, ഈ വാക്കൊന്ന് ഓർത്ത് വെച്ചോളി. ലൈക്ലിഹുഡ് ഓഫ് ദ ഒക്കറൻസ് ഓഫ് ആൻ ഇവന്റ്. ഒരു ഇവന്റ്, ഒരു സംഭവം സംഭവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ന്യൂമറിക്കലായിട്ട് പറയുന്നതാണ് പ്രോബബിലിറ്റി. മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ പറയാണ്, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ. എൻ്റെ കയ്യിലൊരു കോയിൻ ഉണ്ട്. ആ കോയിൻ ഞാൻ ടോസ് ചെയ്യാണ്. നമുക്ക് 2 ഓപ്ഷനാണ്. ഒന്നെങ്കിൽ അതിൽ ഹെഡ് കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ടൈല് കിട്ടും. രണ്ടും കൂടെ എന്തായാലും വരൂലല്ലോ, ഹെഡ് അല്ലെങ്കിൽ ടൈല്. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ ഹെഡ് കിട്ടാനുള്ള സാധ്യത എത്ര, ടൈല് കിട്ടാനുള്ള സാധ്യത എത്ര? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? യെസ്, 50-50 ചാൻസ് ആണ് അല്ലെ? അപ്പൊ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ഞാൻ ഇപ്പൊ കോയിൻ ടോസ് ചെയ്യാണ്, ഇവിടെ ഹെഡ് ആണ് വരാം അല്ലെങ്കിൽ ടൈലാണ് വരാം. 50% സാധ്യത ഹെഡിനും ഉണ്ട്, 50% സാധ്യത ടൈലിനും ഉണ്ട്. അപ്പൊ 1/2 എന്ന് നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യാം. അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 50% എന്ന് പറയാം. അപ്പൊ നോക്കിയാൽ ഒരു ഇവന്റ്, ഇവിടെ ഇവന്റ് എന്ന് പറയുന്നത് കോയിൻ ടോസ് ചെയ്യുക എന്നുള്ള ഇവന്റ്. ആ ഇവന്റ് സംഭവിക്കാനുള്ള സാധ്യത അതിനെങ്ങനെ നമ്മൾ പറയാണ്? ന്യൂമറിക്കൽ ആയിട്ട് പറയാണ്. ന്യൂമറിക്കൽ സംഖ്യയിൽ അല്ലെ, 1/2 അല്ലെങ്കിൽ 50% അല്ലെങ്കിൽ 0.5 അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും അല്ലെ. അതൊക്കെ ന്യൂമറിക്കൽ വാല്യൂസ് ആണ്, നമ്പറിൽ പറയുന്ന വാല്യൂസ് ആണ്. അപ്പോൾ ഒരു ഇവന്റ് അത് സംഭവിക്കുന്നതിനെ ന്യൂമറിക്കലായിട്ട് ഡിനോട്ട് ചെയ്യുന്നതാണ്, നമ്പറിൽ പറയുന്നതിനെയാണ് പ്രോബബിലിറ്റി എന്ന് പറയാം. ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ലെങ്ത് ബിറ്റ്വീൻ 0 and 1. 0ന്റെയും 1ന്റെ ഇടയിലായിരിക്കും അതിന്റെ വാല്യൂ ഉണ്ടാവുക കേട്ടോ. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഹെഡിന്റെതും ടൈലിന്റെ ഒക്കെ പറഞ്ഞ 1/2 അല്ലെങ്കിൽ 0.5 നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ 1ന്റെയും 0ത്തിന്റെ ഇടയിലായിരിക്കും അതിന്റെ വാല്യൂ ഉണ്ടാവുക. ഒരിക്കലും നെഗറ്റീവ് വരൂല കേട്ടോ. പ്രോബബിലിറ്റി നോക്കിയേ, നെഗറ്റീവ് സാധ്യത ഒരിക്കലും വരൂല. അതുപോലെ തന്നെ 1ൽ കൂടുതൽ വരൂല, 1ൽ കൂടുതൽ വരാൻ സാധ്യത അല്ല. അപ്പൊ 0ത്തിന്റെയും 1ന്റെ ഇടയിലായിരിക്കും അതിന് പ്രോബബിലിറ്റിയുടെ ചാൻസ് ആൻസർ ഉണ്ടാവുക. വെൻ, ഇനിയിപ്പോ നമ്മൾ പറഞ്ഞു എക്സാമ്പിൾ, വെൻ ടോസ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്താൽ ദ ഇവന്റ് ഓഫ് ഗെറ്റിംഗ് ഹെഡ്, ഹെഡ് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 50% അതായത് 1/2 ആണ്. അതുപോലെ തന്നെ ടൈല് കിട്ടാനുള്ള സാധ്യത എന്ന് പറയുന്നത് 1/2 ആണ്. ഇനി സിമ്പിൾ ആയിട്ട് ഈ ഒരു ലാസ്റ്റ് പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. വാട്ട് ഈസ് പ്രോബബിലിറ്റി 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ലാസ്റ്റ് പറയുന്ന പോയിന്റ് അതാണ് ഒന്നുകൂടെ സിമ്പിൾ. ഇറ്റ് ഈസ് ദ ചാൻസ് ഓഫ് ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ്. ഇമ്പോർട്ടന്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ട ടേം ഇതാണ്, ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് എൻ ഇവന്റ്.
ഒരു ഇവന്റ് സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ ഉള്ള സാധ്യതയാണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഐ റിപ്പീറ്റ്, ഒരു ഇവന്റ് സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ ഉള്ള, അല്ലെ, ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്, ഒരു ഇവന്റ് സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ ഉള്ള സാധ്യതയെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി. ഇപ്പൊ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞു കോയിൻ ടോസ് ചെയ്തു, കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടാം, അപ്പൊ ടൈല് കിട്ടൂല, അല്ലെങ്കിൽ ടൈല് കിട്ടാം ഹെഡ് കിട്ടൂല, അല്ലെ, രണ്ടും കൂടെ എന്തായാലും വരൂല, ഏതെങ്കിലും ഒന്നേ അവിടെ സംഭവിക്കുള്ളൂ. അപ്പൊ ഒരു ഇവന്റ് സംഭവിക്കാനും സംഭവിക്കാതിരിക്കാനുമുള്ള സാധ്യതയെ, ചാൻസിനെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി. അപ്പൊ പ്രോബബിലിറ്റി എന്താന്നുള്ളത് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം, അതിനൊരു ആൻസർ നിങ്ങൾ കണ്ടെത്തണം കേട്ടോ. അപ്പൊ പ്രോബബിലിറ്റി മീൻസ് ചാൻസ് എന്ന് പറയാം, പിന്നെ ലാസ്റ്റ് പോയിന്റ് കൂടെ അതിൽ ആഡ് ചെയ്താൽ മതി. ഇറ്റ്സ് എ ചാൻസ് ഓഫ് ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് ഓഫ് ആൻ ഇവന്റ്. ഒരു ഇവന്റ് സംഭവിക്കാനോ സംഭവിക്കാതിരിക്കാനോ ഉള്ള ചാൻസിനെ, സാധ്യതയെ വിളിക്കുന്ന പേരാണ് പ്രോബബിലിറ്റി. ഇനി 2 മാർക്കിന് ചോദിക്കുന്ന ഒരു 3 പോയിന്റുകൾ ഉണ്ട് കേട്ടോ. വാട്ട് ഈസ് ഈക്വലി ലൈക്ലി ഇവന്റ്, ഇത് പ്രോബബിലിറ്റിയുടെ സബായിട്ട് വരുന്നതാണ്. വാട്ട് ഈസ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്, വാട്ട് ഈസ് എക്സോസ്റ്റീവ് ഇവന്റ്. ഇത് 3ഉം 2 മാർക്കിന് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഒന്ന് മനസ്സിലാക്കട്ടോ, കറക്റ്റ് ശ്രദ്ധിക്കണത്. ഞാൻ പറയുമ്പോൾ ഇതൊക്കെ ഒന്നായിട്ട് നിങ്ങൾക്ക് തോന്നുക, പക്ഷെ ഒക്കെ ചെറിയ മാറ്റമുണ്ട്, ചെറിയ ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് ഞാൻ പറയാണ് ഈക്വലി ലൈക്ലി, ആ വാക്കിൽ തന്നിട്ട് ഈക്വൽ സാധ്യത, ഒരേ സാധ്യത. നോക്കിയേ, 2 events are said to be equally likely if expected to occur in preference to the other. ഒന്നുകൂടെ പറയാണ്, 2 events are said to be equally likely. 2 ഇവന്റുകൾ ഈക്വലി ലൈക്ലി എന്ന് പറയണമെങ്കിൽ any one of them cannot be expected to occur in preference to the other. ഒന്ന് സംഭവിക്കുന്നത് മറ്റൊന്നിനെ ഒരിക്കലും എഫക്ട് ചെയ്യില്ല. മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ പറയാണ്, ഞാനിപ്പോ ഒരു കോയിൻ ടോസ് ചെയ്തു, എനിക്ക് ഹെഡ് കിട്ടി. കറക്റ്റ് നോക്കണേ, ഞാൻ വീണ്ടും കോയിൻ ടോസ് ചെയ്യാണ്, അതുകൊണ്ട് എനിക്ക് ഇനി ഹെഡ് കിട്ടും എന്ന് പറയാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ? അതായത് ഫസ്റ്റ് ഞാൻ കോയിൻ ടോസ് ചെയ്തു, എനിക്ക് ഹെഡ് കിട്ടി, ഞാൻ വീണ്ടും രണ്ടാമതും കോയിൻ ടോസ് ചെയ്യാണ്, അപ്പൊ എനിക്ക് ഒരിക്കലും പറയാൻ പറ്റൂല വീണ്ടും ഹെഡ് തന്നെ കിട്ടും. കാരണം ആദ്യം സംഭവിച്ച ഇവന്റ് മറ്റേ ഇവന്റുമായിട്ട് കണക്റ്റഡ് അല്ല. അപ്പൊ ഞാൻ വീണ്ടും കോയിൻ ടോസ് ചെയ്തു, എനിക്ക് ടൈല കിട്ടിയത്. അതുകൊണ്ട് ഇനി മൂന്നാമത് ടോസ് ചെയ്യുമ്പോൾ എനിക്ക് ടൈല് കിട്ടും എന്ന് പറയാൻ പറ്റൂല, അല്ലെ? മൂന്നാമത് ടോസ് ചെയ്തു, ചിലപ്പോൾ അത് ടൈലാവാം, ഹെഡ് ആവാം, അങ്ങനെ മാറി 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 വരും. അപ്പൊ ഒരിക്കലും ഒന്ന് മറ്റേതുമായിട്ട് കണക്റ്റഡ് അല്ല. ഒന്ന് കിട്ടിയതുകൊണ്ട് മറ്റേത് കിട്ടും നമുക്ക് പറയാനും പറ്റൂല. അപ്പോ ഏതും സംഭവിക്കാനുള്ള സാധ്യത ഈക്വൽ ആണ്. അതാണ് ഈക്വലി ലൈക്ലി എന്ന് പറയുന്നത്. അപ്പൊ ഞാനൊരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ അവിടെ ഹെഡ് കിട്ടാനുള്ള സാധ്യതയും ടൈല് കിട്ടാനുള്ള സാധ്യതയും ഈക്വൽ ആണ്. ഞാൻ 10 തവണ ടോസ് ചെയ്തു, 10 എനിക്ക് ഹെഡ് കിട്ടിയെന്ന് വെച്ചോളൂ. അതുകൊണ്ട് ഇനി 11ാമത്തെ ടോസ് ചെയ്യുമ്പോൾ ഹെഡ് കിട്ടുമെന്ന് ഒരിക്കലും എനിക്ക് പറയാൻ പറ്റൂല. അവിടെയും ഹെഡ് കിട്ടാനും ടൈല് കിട്ടാനുള്ള സാധ്യത ഈക്വൽ ആണ്. അത്തരത്തിലുള്ള ഇവന്റുകളെയാണ് ഈക്വലി ലൈക്ലി ഇവന്റ്. അപ്പൊ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് മലയാളത്തിൽ എഴുതി വെച്ചോണ്ടി. എന്ത്? ഏത് ഇവന്റ് സംഭവിക്കാനുള്ള സാധ്യത ഈക്വൽ ആണ്. ടൈലും അല്ലെ ഈക്വൽ സാധ്യതയാണ്. അപ്പൊ ഏത് ഇവന്റ് സംഭവിക്കാനുള്ള സാധ്യത ഈക്വൽ ആയുള്ളതിനെയാണ് ഈക്വലി ലൈക്ലി എന്ന് വിളിക്കുന്നത്. ഇനി അതിന്റെ എക്സാമ്പിൾ ഇതാണ്, ഗെറ്റിംഗ് ഹെഡ് ആൻഡ് ഗെറ്റിംഗ് ടൈൽ വെൻ എ കോയിൻ ടോസ്. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് കിട്ടാം അല്ലെങ്കിൽ ടൈല് കിട്ടാം, രണ്ടിനും ഈക്വൽ സാധ്യതയാണ്. ഹെഡ് കിട്ടിയതുകൊണ്ട് ടൈല് കിട്ടൂല നമുക്ക് പറയാൻ പറ്റൂല, ടൈല് കിട്ടിയതുകൊണ്ട് ഹെഡ് കിട്ടൂല എന്നും പറയാൻ പറ്റൂല. രണ്ടും കിട്ടാനുള്ള സാധ്യത ഈക്വൽ ആണ്. അത്തരത്തിലുള്ള ഇവന്റുകളെയാണ് ഈക്വലി ലൈക്ലി എന്ന് നമ്മൾ വിളിക്കുന്നത്. ഇനി രണ്ടാമത്തത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് നോക്കിയേ, if the occurrence of one prevent the possibility of occurrence of the others. ശരിക്കും ശ്രദ്ധിച്ചോളേ, ഒരു ഇവന്റ് സംഭവിച്ചത് കൊണ്ട് രണ്ടാമത്തെ ഇവന്റ് സംഭവിക്കുന്നില്ല. മനസ്സിലായിട്ടുണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു കോയിൻ ടോസ് ചെയ്തു, എനിക്ക് ഹെഡ് കിട്ടി. ഹെഡ് കിട്ടിയത് കൊണ്ട് എന്ത് കിട്ടൂല ഒന്ന് പറയാൻ പറ്റുമോ? ഹെഡ് കിട്ടിയത് കൊണ്ട് എന്ത് കിട്ടൂല? ടൈല് കിട്ടൂല. അപ്പൊ നോക്കിയേ, ഒരു ഇവന്റ് കിട്ടിയത് കൊണ്ട് രണ്ടാമത്തെ ഇവന്റ് സംഭവിക്കില്ല, അല്ലെ? ഇപ്പൊ ഞാന് ഡൈസ് ടോസ് ചെയ്യണം. ഡൈസറിന് അറിയാലോ അല്ലെ, നമ്മൾ ഈ പാമ്പ് കോണി കളിക്കുന്ന കട്ട, ഈ ഡൈസും കോയിനും തന്നെ ആയിരിക്കട്ടെ ഇനി നമ്മള് പറയുന്നത്. യെസ് അല്ലെ, നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഞാൻ ചോദിക്കട്ടെ, ഡൈസിൽ എത്ര വശങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ എത്ര നമ്പേഴ്സ് അതിൽ വരും? 6 1 2. യെസ്,
അല്ലെ 6. അപ്പൊ 1 2 3 4 5 6 അങ്ങനെ ചുറ്റോറും അല്ലെ 6 പോയിന്റ് ഉണ്ടാവും. അപ്പൊ ഞാൻ ഇപ്പൊ ഡൈസ് ടോസ് ചെയ്തു, എനിക്ക് 5 കിട്ടി. 5 കിട്ടി കേട്ടോ, കിട്ടി. അതുകൊണ്ട് എനിക്ക് കിട്ടാതിരിക്കുന്നത് ഏതൊക്കെയാണ്, നോൺ ഹാപ്പനിങ് ഏതൊക്കെയാണ്? 1 2 3 4 അല്ലെ? അതായത് യെസ്, വെരി ഗുഡ്. ഒരു ഇവന്റ് സംഭവിക്കുന്നത് കൊണ്ട് മറ്റ് ഇവന്റ് സംഭവിക്കുന്നില്ല. അത്തരത്തിലുള്ള ഇവന്റുകളെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. മ്യൂച്വലി എക്സ്ക്ലൂസീവ്, നമ്മൾ എക്സ്ക്ലൂസീവ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ബാക്കി ആർക്കും കിട്ടാതെ നമുക്ക് മാത്രം കിട്ടുന്നത് എന്നാണ് എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവിടെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാല് ദ ഒക്കറൻസ് ഓഫ് വൺ, ഒരു ഇവന്റ് സംഭവിക്കുന്നത് പ്രിവെന്റ് തടയും ദ പോസിബിലിറ്റി ഓഫ് ഒക്കറൻസ് ഓഫ് ദ അതേഴ്സ്. ഒരു ഇവന്റ് സംഭവിക്കുന്നത് മറ്റ് ഇവന്റുകളെ പ്രിവെന്റ് ചെയ്യും, തടയും. അപ്പൊ ഹെഡ് കിട്ടി അതുകൊണ്ട് ടൈല് കിട്ടുന്നതിനെ തടഞ്ഞു. 5 കിട്ടി അതുകൊണ്ട് 1 2 3 4 6 അതിനൊക്കെ അത് പ്രിവെന്റ് ചെയ്തു. അപ്പൊ ഒരു ഇവന്റ് സംഭവിക്കുന്നത് ബാക്കി ഇവന്റുകളൊക്കെ തടയുന്നതിനെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് നമ്മൾ പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ തന്നെയാണ് നേരത്തെ പറഞ്ഞ തന്നെയാണ് ഗെറ്റിംഗ് ഹെഡ് ആൻഡ് ഗെറ്റിംഗ് ടൈൽ. പിന്നെ കോയിൻ ടോസ്, ഒരു കോയിൻ ടോസിന് നമുക്ക് ഹെഡ് കിട്ടും, അപ്പൊ ടൈല് കിട്ടൂല, അല്ലെങ്കിൽ ടൈല് കിട്ടും ഹെഡ് കിട്ടൂല. അപ്പൊ അത്തരത്തിലുള്ള ഇവന്റുകളെയാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ് എന്ന് പറയാം. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇതന്നല്ലേ ഈക്വലി പറഞ്ഞ? അല്ല കേട്ടോ, ഈക്വലി പറഞ്ഞാൽ ഈക്വൽ ചാൻസ്, അത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം. ഈക്വലി പറഞ്ഞാൽ രണ്ടും സംഭവിക്കാനുള്ള സാധ്യത ഈക്വൽ ആണ്. മ്യൂച്വൽ എക്സ്ക്ലൂസീവ് പറഞ്ഞാൽ ഒന്ന് സംഭവിക്കുന്നത് കൊണ്ട് മറ്റേത് സംഭവിക്കുന്നില്ല, അതാണ് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തത് എക്സോസ്റ്റീവ് ഇവന്റ്സ്. നോക്കി, അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ ഹാപ്പൺ ഇൻ എനി ട്രയൽ. ഒന്ന് എന്തായാലും സംഭവിക്കും, അതിലൊരു കൺഫ്യൂഷനും ഇല്ല. ഇപ്പൊ ഞാൻ കോയിൻ ടോസ് ചെയ്യാണ്, ഒന്നുകിൽ ഹെഡ് കിട്ടും അല്ലെങ്കിൽ ടൈല് കിട്ടും, രണ്ടിൽ ഒന്ന് എന്തായാലും ഉണ്ടാവും, രണ്ടും കൂടെ ഉണ്ടാവില്ല. ഓക്കെ, അത്തരത്തിലുള്ള ഇവന്റുകളെയാണ്, അഥവാ എക്സോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഒന്ന് എന്തായാലും സംഭവിക്കും. ഇപ്പൊ ഞാൻ ഡൈസ് ടോസ് ചെയ്യാണ് അല്ലെ, അതിൽ 1 2 3 4 5 6 ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും സംഭവിക്കും, അതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. അത്തരത്തിലുള്ള ഇവന്റുകളെയാണ് എക്സോസ്റ്റീവ് ഇവന്റ് എന്ന് പറയുക. അപ്പൊ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ ഹാപ്പൻ ഇൻ എനി ട്രയൽ. നമ്മൾ ഏത് ട്രയൽ ചെയ്യുമ്പോഴും എത്ര വട്ടം ചെയ്യുമ്പോഴും അതിലേതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ടും സംഭവിക്കുന്നതിനെയാണ് എക്സോസ്റ്റീവ് ഇവന്റ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഈക്വലി പറഞ്ഞാൽ ഇവന്റുകൾ സംഭവിക്കാനുള്ള സാധ്യത ഈക്വൽ ആണ്. മ്യൂച്വൽ എക്സ്ക്ലൂസീവ് പറഞ്ഞാൽ ഒരു ഇവന്റ് സംഭവിക്കുന്നതുകൊണ്ട് മറ്റേ ഇവന്റ് സംഭവിക്കാതിരിക്കും, ഒരു ഇവന്റ് വരുന്നതുകൊണ്ട് മറ്റേ ഇവന്റ് വരാതിരിക്കും. അത്തരത്തിലുള്ള ഇവന്റുകളെയാണ് മ്യൂച്വൽ എക്സ്ക്ലൂസീവ് എന്ന് പറയുക. ദ ലാസ്റ്റ് എക്സോസ്റ്റീവ് ഇവന്റ് എന്ന് പറഞ്ഞാൽ അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം വിൽ ഹാപ്പൻ, ഏതെങ്കിലും ഒന്ന് എന്തായാലും സംഭവിക്കും. അത്തരത്തിലുള്ള ഇവന്റുകളെയാണ് എക്സോസ്റ്റീവ് ഇവന്റ് എന്ന് പറയുക. ഓക്കെ, ഇതാണ് അതിന്റെ തിയറി ആയിട്ട്, എനിക്ക് പ്രോബബിലിറ്റി തിയറി ആയിട്ട് പറയാനുള്ളത്. ഇനി ഇതിന്റെ പ്രോബ്ലം പാർട്ടിലേക്ക് പോവാണ്. എല്ലാവരും എൻ്റെ ഒപ്പം തന്നെ കറക്റ്റ് ഫോളോ അപ്പ് ചെയ്യുക. അതില് പ്രോബബിലിറ്റിയില് 3 ഡെഫിനിഷൻസ് അല്ലെങ്കിൽ 3 അപ്രോച്ചുകൾ നമ്മൾ പറയാറുണ്ട്. ഈ അപ്രോച്ച് എന്ന് വെച്ചിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. അതിൽ ഒന്നാമത്തെ അപ്രോച്ചാണ് ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി, അല്ലെങ്കിൽ പ്രിയർ, ഇത് അതിന്റെ വേറെ ടേമാണ്. അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ പ്രോബബിലിറ്റി, ഇതൊക്കെ അതിന് പറയാറുണ്ട് കേട്ടോ. ഇത് ഡെവലപ്പ് ചെയ്തത് ജെ ബെർണോളി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി. എന്റെ വോയിസും സ്ക്രീനും ഓക്കെ അല്ലേ? ജസ്റ്റ് ഒന്ന് പറഞ്ഞാണേ. എങ്ങനെ ബാക്ക്ഗ്രൗണ്ടിൽ ഡിസ്റ്റർബൻസ് വരും പോലെ ഉണ്ടല്ലേ? ഓക്കെ, അതെ, ഒന്നുമല്ല, എൻ്റെ അപ്പുറത്തിന്റെ വൈഫ് ഇരുന്നിട്ടൊരു അവരൊരു മീറ്റിംഗ് ഉണ്ട്, ഓൺലൈൻ മീറ്റിംഗ് ഉണ്ട്, അത് വാച്ച് ചെയ്യാണ്. അവള് PG ആണ്, അവളുടെ ഒരു മീറ്റിംഗ് ഉണ്ട് ഇവിടെ. സത്യം പറഞ്ഞാലേ മൂട് പറയാ, ആകെ റേഞ്ച് കിട്ടുന്നത് ഞങ്ങളെ പുതിയ വീടിന്റെ ബാൽക്കണിയിലുള്ളൂ. അപ്പൊ ഇവിടെ വന്നിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അവള് ഒരു മീറ്റിംഗ് ആണ്, ഞാൻ ജസ്റ്റ് വോയിസ് ഓർക്കാൻ പറയാം. ഓക്കെ, റെഡി. അപ്പൊ ഫസ്റ്റ് ദ ക്ലാസിക്കൽ ഡെഫിനേഷൻ ഓഫ് പ്രോബബിലിറ്റി നമ്മൾ പറയാണ്. ഡെവലപ്പ് ചെയ്തത് ജെ ബെർണോളി എന്ന് പറയുന്ന വ്യക്തിയാണ്. അതില് ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ പഠിച്ചു വെക്കേ, ശരിക്കും ശ്രദ്ധിക്കട്ടോ. പി ഓഫ് എ is equal to, ശരിക്കും ശ്രദ്ധിക്കണേ, എഫ് ഡിവൈഡഡ് ബൈ എൻ. ഇത് മാത്രം ഇതിൽ നിങ്ങൾ പഠിക്കേണ്ടുള്ളൂ. എഫ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ.
എൻ പറഞ്ഞ ടോട്ടൽ നമ്പർ, എഫ് എന്ന് പറഞ്ഞാൽ ഫേവറബിൾ ഒന്ന് എഴുതി വെക്കണേ. എന്ന് പറഞ്ഞാൽ ടോട്ടൽ നമ്പേഴ്സ് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ പറയണേ, ശ്രദ്ധിക്കട്ടോ. ഞാനൊരു കോയിൻ ടോസ് ചെയ്തു, നിങ്ങളോട് ചോദിക്കാണ് ഹെഡ് വരാനുള്ള സാധ്യത. ഞാൻ ചോദിക്കട്ടെ, ഒരു കോയിനില് ഒരു ഹെഡിനുള്ള എത്ര ഹെഡ് വരും? ഒരു കോയിനില് എത്ര ഹെഡ് ഉണ്ടാവും? ഹെഡിന് ഫേവറബിൾ എത്രയാണ്? 1 ആണ് അല്ലെ? 1 ആണ്. കറക്റ്റ് ശ്രദ്ധിക്കണേ. ടോട്ടൽ അതിൽ എത്ര, ഒരു കോയിനിൽ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? ആകെ രണ്ടെണ്ണേ വരുള്ളൂ അല്ലെ, ഹെഡും ടൈലും. അപ്പൊ ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ടാവും? 2. എത്ര സാധ്യതകൾ ഉണ്ടാവും അല്ലെ? ഹെഡ് ആൻഡ് ടൈല് 2. അപ്പോ ഒരു ഹെഡ് വരാനുള്ള സാധ്യത എത്രയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയാം 1/2. ഈ 1 എന്ന് പറയുന്നത് എന്താ? ഹെഡ് വരാനുള്ള സാധ്യത അല്ലേ ഞാൻ ചോദിച്ചത്. അപ്പൊ ഹെഡിന് ഫേവറബിൾ ആയത് എഫ്. 2 എന്ന് പറയുന്നത് എന്താ? ടോട്ടൽ നമ്പേഴ്സ്, ടോട്ടൽ എണ്ണം. ഞാൻ ഞങ്ങളോട് ചോദിക്കാണ് പറയണേ. ഒറ്റ മിനിറ്റ്, ഞാൻ ഈ സ്ക്രീൻ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വൈറ്റ് ബോർഡ് എടുക്കുകയാണ്. നമുക്ക് ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യണം. ഒറ്റ മിനിറ്റ്. ഓക്കെ, നമ്മൾ ചോദ്യോത്തരൊക്കെ ഇങ്ങനെ ഓൺ ദ സ്പോട്ടിൽ പറയാണ്. നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഒരു ബോർഡ് കാണുന്നുണ്ടല്ലോ, ഒരു വൈറ്റ് ബോർഡ് കാണുന്നില്ലേ എല്ലാരും? റെഡി? ടൈപ്പ് ചെയ്തോളൂ, എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, റെഡി? എന്നാ ശ്രദ്ധിക്കട്ടോ. അപ്പോ പോയിന്റ് പറഞ്ഞു, ഞാനൊരു ഡൈസ് ടോസ് ചെയ്യാണ്. ഡൈസ് മനസ്സിലായല്ലോ, നമ്മൾ പാമ്പും കോണിയും കളിക്കുന്ന ആ കട്ട, ഒരു 6 നമ്പേഴ്സ് ഉള്ള കട്ട അല്ലെ? കട്ട തന്നെ കേട്ടോ പറയാ, നമ്മളോട് അങ്ങനെ പറയാം. ഓക്കെ, ഡൈസ് ടോസ് ചെയ്യാണ്. ഞാൻ ചോദിക്കട്ടെ, അതില് 3 വരാനുള്ള സാധ്യത എങ്ങനെ പറയാൻ പറ്റും? ഭിന്നസംഖ്യ നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്യാം. ഭിന്നസംഖ്യയിൽ പറയാൻ പറ്റും. ഓക്കെ, ഒരാൾ 3/6 എന്ന് പറഞ്ഞു, ഒരാൾ 1/6 എന്ന് പറഞ്ഞു, 3/6 എന്ന് പറഞ്ഞു. ഓക്കെ ബസ്. ഓക്കെ, ഇനി ആ കോൺസെപ്റ്റ് ഞാനൊന്ന് പറയാണേ. 2 അഭിപ്രായം വന്നിട്ടുള്ളത് 3/6 1/6. ഞാൻ ചോദിക്കട്ടെ, ഓക്കെ സ്റ്റോപ്പ് ചെയ്യാം. ഒരു ഡൈസിൽ എത്ര 3 ഉണ്ട്? എന്റെ ചോദ്യം അതാണ്. ടൈപ്പ് ചെയ്തോളൂ, എത്ര 3 വരുന്നുണ്ട്? അതിൽ ആർക്കും കൺഫ്യൂഷൻ ഇല്ല, ഒരു 3 അതിൽ വരുന്നുള്ളൂ. അപ്പൊ 3ന് ഫേവറബിൾ ആയത് ഏതാണ്? 1. കാരണം എത്ര 3 ഉണ്ട്? ഒരു 3 ഉള്ളൂ. അപ്പൊ 3ന് ഫേവറബിൾ ആയത് 1. ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട് ഒരു ഡൈസിൽ? ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? യെസ്, 6 ഉണ്ട്. അപ്പൊ n എന്ന് പറയുന്നത് ഇവിടെ 6 ആണ്. ആൻസർ അല്ലെ, 3ന് ഫേവറബിൾ എഫ് എന്ന് പറയുന്നത് 1 ആണ്. ടോട്ടൽ നമ്പേഴ്സ് 6 ആണ്. അപ്പൊ f/n ആണ് നമ്മളെ ഇക്വേഷൻ. അപ്പൊ ആൻസർ 1/6 ആണ്. എന്നാൽ ഞാൻ വീണ്ടും ചോദിക്കാണ്, ഒരു ഡൈസ് ഞാൻ ടോസ് ചെയ്തു, 5 വരാനുള്ള സാധ്യത ഒന്ന് പറഞ്ഞാണേ, ഒന്ന് ടൈപ്പ് ചെയ്താണേ. 5 വരാനുള്ള സാധ്യത യെസ് 1/6 ആണ്. ഓക്കെ, എന്നായിക്കോട്ടെ. ഓക്കെ, അങ്ങനെയാണ്. എന്നാ ഞാൻ ചോദിക്കട്ടെ, അതിൽ 6 വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞാണേ. ഒരു ഡൈസ് ടോസ് ചെയ്യുമ്പോൾ 6 വരാനുള്ള സാധ്യത യെസ്, അതും 1/6 ആണ്. ഓക്കെ റെഡി. അടുത്ത ചോദ്യം, ഒരു ഡൈസ് ഞാൻ ടോസ് ചെയ്തു, അതിൽ 8 വരാനുള്ള സാധ്യത എത്ര? യെസ്, 0. കാരണം ഡൈസിൽ 8 ഇല്ലല്ലോ, 0. വെരി ഗുഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ക്യാച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ശരിക്കും ആലോചിച്ച് പറയണെങ്കിൽ, ഞാനൊരു ഡൈസ് ടോസ് ചെയ്തു, അതില് 2ഉം ശ്രദ്ധിച്ചോളൂ 2ഉം 3ഉം വരാനുള്ള സാധ്യത എത്ര? ഒന്ന് പറയാൻ പറ്റുമോ? ടൈപ്പ് ചെയ്തോളൂ. ഓക്കെ വെരി ഗുഡ് 2/6 ആണ്. അങ്ങനെ കിട്ടിയേ? 2 വരാനുള്ള സാധ്യത 1/6 ആണ്, കൺഫ്യൂഷൻ ഒന്നുമില്ല. 3 വരാനുള്ള സാധ്യതയും 1/6 ആണ്, 1/6 ആണ്. അത് രണ്ടും കൂടെ കൂട്ടുക, അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2/6 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ എന്റെ അടുത്ത ചോദ്യം, ഒരു ഡൈസ് ഞാൻ ടോസ് ചെയ്തു, അതില് 2ഉം 2ഉം 3ഉം 4ഉം വരാനുള്ള സാധ്യത പറയാൻ പറ്റുമോ? യെസ്, 3/6 അല്ലെ? 2 വരാനുള്ള സാധ്യത 1/6, 3 വരാനുള്ള സാധ്യത 1/6, 4 വരാനുള്ള സാധ്യത 1/6. അത് 3ഉം കൂടെ ആഡ് ചെയ്താൽ 3/6 എന്ന് കിട്ടും. ഓക്കെ, റെഡി? അപ്പോ ഇതാണ് അതിന്റെ ബേസ് കേട്ടോ. ഫേവറബിൾ ഡിവൈഡഡ് ബൈ n.
എന്റെ വേറെ ചോദ്യം കേട്ടോ, വേറെ ചോദ്യം ആലോചിച്ച് പറയണേ. ഞാൻ അതിന്റെ ലോജിക്ക് നിങ്ങളിലേക്ക് ഇങ്ങനെ മെല്ലിട്ട് തരാണ്. ഒരു ക്ലാസ്സില് ശ്രദ്ധിച്ചോ കേട്ടോ, ഒരു ക്ലാസ്സില് 10 ബോയ്സ് ഉണ്ട്, 10 ബോയ്സ് ഉണ്ട്, 8 ഗേൾസ് ഉണ്ട്. 10 ബോയ്സും 8 ഗേൾസും. ഓക്കെ, ഇതിന്ന് ഒരു ബോയിനെ കണ്ട, ഒരു ബോയിനെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഇതാ, ഒരു ബോയിനെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഓക്കെ, റെഡി 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 റെഡി. ചെറിയൊരു പ്രശ്നമുണ്ട്, നിങ്ങൾ എല്ലാവരും 1/10 ആണ്, ഒരാൾ 8/18 ആണ്. നമ്മളെ ഒരേ ഒരു കാര്യം നിങ്ങൾ നോക്കിയേ, ഒരു ബോയിനെ സെലക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. ടോട്ടൽ എത്ര ബോയ്സ് ഉണ്ട് ഇതിലൊന്ന് പറഞ്ഞേ, ടോട്ടൽ എത്ര ബോയ്സ് ഉണ്ട്? ബോയ്സ് 10 ആണ് അല്ലെ? അപ്പൊ ബോയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് 10. അങ്ങനെ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടോട്ടൽ എത്ര 3 ഉണ്ട്, എത്ര ഹെഡ് ഉണ്ട്, എത്ര ടൈൽ ഉണ്ട്. അപ്പൊ ഇവിടെ ബോയ്ക്ക് ഫേവറബിൾ ആയിട്ടുള്ളത് 10 ആണ്. ഇനി ഞാൻ ചോദിക്കട്ടെ, ടോട്ടൽ എത്ര കുട്ടികളുണ്ട് ആ ക്ലാസ്സില്? 18. യെസ്, വെരി ഗുഡ്. അപ്പൊ ആൻസർ 10/18 വരിക. അങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ, 10/18 ആണ് ആൻസർ വരിക. അത് സാറേ ഞാൻ 8 ബോയ്സ് ആണ് കരുതി, ഗേൾസിനെ. ഓ നോ പ്രോബ്ലം. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദ്യം മാറ്റാണേ. ഈ ക്ലാസ്സിൽ നിന്ന് ഒരു ഗേളിനെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത എത്ര? ഒരു ഗേളിനെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത? യെസ്, വെരി ഗുഡ്. 8/18. വെരി ഗുഡ്. 8/18. കാരണം ഗേൾസിന് ഫേവറബിൾ ആയിട്ടുള്ളത് 8 അല്ലെ, കാരണം 8 ഗേൾസ് ആണ് ആ ക്ലാസ്സിലുള്ളത് അല്ലെ. പിന്നെ ടോട്ടൽ നമ്പേഴ്സ് 10 തൊട്ടും 18. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റാണ്. എൻ്റെ അടുത്ത് ഒരു കൊട്ടയുണ്ട്, ഒരു കൊട്ട കേട്ടോ. അതില് ശരിക്കും ശ്രദ്ധിച്ചോളി, 5 ആപ്പിൾ, ഓക്കെ, 4 ഓറഞ്ച്. എൻ്റെ അടുത്തൊരു കൊട്ട ഉണ്ട്, കൊട്ടയിൽ 5 ആപ്പിൾ ഉണ്ട്, 4 ഓറഞ്ച് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു ആപ്പിൾ സെലക്ട് ചെയ്യാനുള്ള സാധ്യത എത്ര? ഒരു ആപ്പിൾ കേട്ടോ, ഒരു ആപ്പിൾ സെലക്ട് ചെയ്യാനുള്ള സാധ്യത. ഓക്കെ, വെരി ഗുഡ്. യെസ്, ഓക്കെ. അപ്പൊ നിങ്ങൾ അങ്ങനെ ആ റൂട്ടിലേക്ക് വരുന്നുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കട്ടോ, ഒരു ആപ്പിൾ അല്ല ഞാൻ ചോദിച്ച്. അപ്പൊ ആപ്പിളിന്റെ ഫേവറബിൾ എത്രയാണ്, അഥവാ ടോട്ടൽ എത്ര ആപ്പിൾ ഉണ്ട്? 5 ആപ്പിളാണ്. പിന്നെ ആ കൊട്ടിന്നല്ലേ ഞാൻ എടുക്കുന്നത്, കൊട്ടിയിൽ ടോട്ടൽ നമ്പേഴ്സ് എത്ര ഉണ്ട്? കൊട്ടയിൽ ടോട്ടൽ നമ്പേഴ്സ് എത്ര ഉണ്ട്? യെസ്, വെരി ഗുഡ്, 9 ആണ്. ആൻസർ 5/9 ആണ്. എന്നെ ചോദ്യം, ഈ കൊട്ടയിൽ നിന്ന് ഒരു ഓറഞ്ച് സെലക്ട് ചെയ്യാനുള്ള സാധ്യത എത്ര? യെസ്, വെരി ഗുഡ്. ആൻസർ 4/9. ചോദ്യം മാറ്റിയാണ്. എട്ട് ആപ്പിൾ, ശ്രദ്ധിച്ചോളൂ. 10 ഓറഞ്ച്, 5 ഗ്രേപ്പ്, 5 ഗ്രേപ്പ്. ചോദ്യം, ഒരു ആപ്പിൾ പ്രോബബിലിറ്റി പറയാൻ പറ്റുമോ? ടോട്ടല് 2 പ്രാവശ്യം ഔട്ട്സ്റ്റാൻഡിങ് കിട്ടുന്നു, പിന്നെ ഒരു സെമിസ്റ്റർ. യെസ്, വെരി ഗുഡ്. ആൻസർ 8/.
ഓക്കെ ഓക്കെ. ക്വസ്റ്റ്യൻ, ഒരു ഓറഞ്ച് യെസ് 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 ഓക്കെ, വെരി ഗുഡ്. ചോദ്യം, ഒരു ഗ്രേപ്പ് യെസ്, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ഗുഡ് ഗുഡ് ഗുഡ്. ചോദ്യം, ഒരു കൊട്ടയില് 7 ബ്ലൂ കളർ ബോൾ ഉണ്ട്. ബ്ലൂ കളർ ബോൾ. 5 ബ്ലാക്ക് ബോൾ, സോറി ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ബോൾ ഉണ്ട്. വൈറ്റ് ബോൾ. 3 റെഡ് കേട്ടോ. 7 ബ്ലാക്ക് ബോൾ, ബ്ലാക്ക് ആയിക്കോട്ടെ. 5 വൈറ്റ് ബോൾ, 3 റെഡ് ബോൾ. ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്? ഒരു കൊട്ടയിൽ 7 ബ്ലാക്ക് ബോൾ, 5 വൈറ്റ് ബോൾ, 3 റെഡ് ബോൾ. ചോദ്യം, 1 വൈറ്റ് സെലക്ട് ചെയ്യാനുള്ള പ്രോബബിലിറ്റി. യെസ്, വെരി ഗുഡ്. 1 വൈറ്റ് യെസ്. 5/50. വെരി ഗുഡ് വെരി ഗുഡ്. ചോദ്യം, 1 റെഡ്. 1 റെഡ്. യെസ്, വെരി ഗുഡ്. യെസ് യെസ്. 1 ബ്ലാക്ക്. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. സാറേ, അപ്പൊ രണ്ടെണ്ണം ചാൻസ് ചോദിക്കുമ്പോ എന്താ? അതായത് യെസ്, നല്ലൊരു ചോദ്യം കേട്ടോ. ഓക്കെ, ബ്ലൂ അല്ല കേട്ടോ, ബ്ലാക്ക് ആണ്. ഞാൻ ആദ്യം ബ്ലൂ ആ പറഞ്ഞത്, ബ്ലാക്ക് ആണെന്ന് വെച്ചോണ്ടിട്ട്. അതാണ് 1-2 ആൾക്കാർ 0 അയച്ചത്. ഓക്കെ, റെഡി. ഇവിടെ ചോദിച്ചേ നല്ലൊരു ചോദ്യം കേട്ടോ. ഞാൻ ചോദിക്കാണേ, ഈ ബാഗിൽ നിന്നും ഒരു ബ്ലാക്ക് ബോളും, ശരിക്കും ശ്രദ്ധിക്കണേ, ഒരു ബ്ലാക്ക് ബോളും ഒരു റെഡ് ബോളും വീഴാനുള്ള സാധ്യത ഒന്ന് ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? കമ്പൈൻ ചെയ്തിട്ടാട്ടോ, ബ്ലാക്കും റെഡും വരാനുള്ള സാധ്യത ആലോചിച്ച് പറയണേ. യെസ്, വെരി ഗുഡ്. അതന്നെ, ബ്ലാക്ക് വരാനുള്ള സാധ്യത 7 ആണല്ലോ, റെഡ് വരാനുള്ള സാധ്യത 3 ആണ്. ബ്ലാക്കിന് ഫേവറബിൾ 7, റെഡിന് ഫേവറബിൾ 3. അപ്പൊ 7 3 10. 10 ടോട്ടൽ നമ്പർ 15. തന്നെയാണ് ഈ പ്രോബബിലിറ്റി ലോജിക്. അത്ര ഉള്ളൂ. ഓക്കെ ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ മാറ്റുകയാണേ. എൻ്റെ അടുത്ത് ഒരു ബാഗ് ഉണ്ട്. അതില് 3 വൈറ്റ് ബോൾ ഉണ്ട്, 4 ഗ്രീൻ ബോൾ ഉണ്ട്. വൈറ്റായി, ഗ്രീനായി, ബ്ലാക്കായി. റെഡി? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഒരു ബാഗിൽ 3 വൈറ്റ് ബോള്, 4 ഗ്രീൻ ബോള്, 10 ബ്ലാക്ക് ബോള്. റെഡി? എന്റെ ചോദ്യം കറക്റ്റ് ശ്രദ്ധിക്കണേ. ഈ ബാഗിൽ നിന്നും ഒരു വൈറ്റ് ബോളും ഒരു ഗ്രീൻ ബോളും വരാനുള്ള സാധ്യത, ഒരു വൈറ്റും ഒരു ഗ്രീനും. യെസ്, വെരി ഗുഡ്. നോക്കി സംശയമുള്ളവർ നോക്കട്ടോ. വൈറ്റിന് ഫേവറബിൾ 3 ആണ്,
ഗ്രീനിന് ഫേവറബിൾ 4ആണ്. 4 3 എത്ര വരും? 7 വരും. അപ്പോൾ 7 ബൈ ടോട്ടൽ എണ്ണം 10 4 14 3 17 അല്ലേ? 7 ബൈ 17 വരും. ഓക്കെ. ചോദ്യം ശ്രദ്ധിച്ചോളൂ. ഒരു വൈറ്റും ഒരു ബ്ലാക്കും വരാനുള്ള സാധ്യത. യെസ്, 13/17 അല്ലേ? നോക്കട്ടെ. വൈറ്റ് 3 ബ്ലാക്ക് 10. യെസ്, 13/17. വെരി ഗുഡ്. യെസ്. ഓക്കെ. അപ്പോൾ റെഡി. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യൻ മാറ്റാണേ. ഒരു ചോദ്യം കൂടെ. ചോദ്യം കേട്ടോ. 5 ഓറഞ്ച്, 8 ആപ്പിൾ, 2 ഗ്രേപ്പ്. ഇനി നമുക്ക് എന്താക്കാം? ഒരു 10 ഓറഞ്ചായി, ആപ്പിളായി, ഗ്രേപ്പായി. ഇനി ഒരു ഫ്രൂട്ട്സ് പറഞ്ഞാൽ നിങ്ങള് മാംഗോ. വെരി ഗുഡ്. മാംഗോ. ഓക്കെ, റെഡി. ഒരു ബാഗ്, ഒരു കൊട്ടയില് 5 ഓറഞ്ച്, 8 ആപ്പിള്, 2 ഗ്രേപ്പ്, 10 മാംഗോ ഉണ്ട്. എന്റെ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണേ, കറക്റ്റ് നോക്കിയിട്ട് ആൻസർ പറയണേ. ഒരു ഓറഞ്ച് തീർന്നില്ല, ഒരു ആപ്പിളും ഒരു മാംഗോയും വരാനുള്ള സാധ്യത. ഒരു ഓറഞ്ച്, ഒരു ആപ്പിൾ, ഒരു മാംഗോ വരാനുള്ള സാധ്യത. 5, ഓക്കെ, 13, 20. ഓക്കെ, വെരി ഗുഡ്. 23/25. ഓക്കെ, വെരി ഗുഡ്. ഈ ഒരു ഐഡിയ കിട്ടിയോ നിങ്ങൾക്ക്? കറക്റ്റ് ആയിട്ട് പറയും കേട്ടോ, ഓപ്പൺ ആയിട്ട് പറയേ. ഈ ഒരു ഐഡിയ കിട്ടിയോ? ഇത്ര ഉള്ളൂ കേട്ടോ. പ്രോബബിലിറ്റിയുടെ ബേസ് ആണ് അത്രേ ഉള്ളൂ. പിന്നെ ഇത് മാക്സിമം നമ്പർ വരാനുള്ള ചാൻസ് അല്ലേ എഴുതുന്നത്? എങ്ങനെ? മാക്സിമം നമ്പർ വരാനുള്ള ചാൻസ് അല്ലേ എഴുതുന്നത്? എക്സാമ്പിള് 5 ഓറഞ്ച് ആണെങ്കിൽ 5/25 അങ്ങനെ. അപ്പൊ അങ്ങനല്ല, 3 അതായത് ചോദിച്ചാലോ? അതായത് ഒരു ഓറഞ്ച് വീഴാനുള്ള സാധ്യത ചോദിച്ചാൽ ടോട്ടൽ ഇതിൽ എത്ര ഓറഞ്ച് ഉണ്ട്? 5 ഓറഞ്ച് ഉണ്ട്. അപ്പൊ അതാണ് ഫേവറബിൾ ആയിട്ട് നമ്മൾ എഴുതേണ്ടത്. ടോട്ടൽ എത്ര ഓറഞ്ച് ഉണ്ട്? 5 ഓറഞ്ച് ഉണ്ട്. അപ്പൊ 5 ബൈ പിന്നെ 20 25. 5/25. ഒരു ആപ്പിൾ. ചോദ്യം കൂടെ പറയാവോ? 2 ഓറഞ്ച് കിട്ടാനുള്ള ചാൻസ് അങ്ങനെ ചോദിക്കോ? ഓക്കെ, അത് നല്ലൊരു ചോദ്യമാണ്. പക്ഷെ അത് ചോദിക്കും, പക്ഷെ അത് ഇതല്ല കേട്ടോ. അത് അടുത്ത സ്റ്റേജ് ആണ്. അതായത് കോമ്പിനേഷൻ എന്ന് പറയും. അത് നമ്മളെ പ്രോബബിലിറ്റിയുടെ സെക്കൻഡ് സ്റ്റേജ് ആണ്. അത് നമ്മളൊന്നും പറയുന്നില്ല, അത് അടുത്ത ക്ലാസ്സിനാണ് ഡിസ്കസ് ചെയ്യുന്നത്. നല്ല ചോദ്യം കേട്ടോ, കറക്റ്റ്, എനിക്ക് ഇഷ്ടമായി. അതായത് ഇപ്പൊ നമ്മളിതൊക്കെ ഓരോന്നാ. ഒരു ആപ്പിൾ, ഒരു ഓറഞ്ച്, ഒരു ഗ്രേപ്പ്, ഒരു മുസംബി, ഇതൊക്കെ ഒന്നാ വെച്ച് പറഞ്ഞത്. ഒന്നിലധികം എന്താ ഒരു ഓറഞ്ചിനെ എടുക്കാൻ പറ്റുള്ളൂ? ഒരു 5 മാങ്ങയും ഒരു 4 ആപ്പിളും ഒരു 2 ഓറഞ്ചും ഇതൊക്കെ പാടാണ്ട് മിക്സ് ആയിട്ട് വരൂലേ? അത് നമ്മൾ കോമ്പിനേഷൻ എന്താ പറയാ? അത് നമുക്ക് അടുത്ത ഹെഡിങ്ങില് പഠിക്കാനുള്ളതാണ്. അത് ഞാൻ അപ്പോൾ വിശദീകരിക്കാം. അപ്പൊ ഈ ഒരു ഐഡിയ കിട്ടിയെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഇനി ഞാൻ എന്റെ സ്ലൈഡിലേക്ക് മടങ്ങി പോവാണേ. നിങ്ങൾ ടൈപ്പ് ചെയ്താൽ കാണൂല കേട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയണം കേട്ടോ.
ഓക്കെ റെഡി. സുരയ്യ പറഞ്ഞ കുട്ടി ഉണ്ടായിരുന്നു. ഇനി എന്റെ ചോദ്യം ശ്രദ്ധിക്കുക കേട്ടോ. യൂണിവേഴ്സിറ്റി എക്സാമിനൊക്കെ ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ചോദിക്കാറുള്ളത്. 2 മാർക്കിനും 5 മാർക്കിനും ഈ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാം. എ ബാഗ് കണ്ടെയ്ൻസ് 2 വൈറ്റ് ആൻഡ് 3 ബ്ലാക്ക് ബോൾ. അപ്പൊ തന്നെ മൈൻഡിക്ക് വരണം കേട്ടോ. 2 വൈറ്റ് ആൻഡ് 3 ബ്ലാക്ക് ബോൾ. എ വൈറ്റ് ബോൾ, ഒരു വൈറ്റ് ബോൾ വരാനുള്ള, വീഴാനുള്ള, താഴേക്ക് ചാടാനുള്ള സാധ്യത അല്ലെ. എ വൈറ്റ് ബോൾ എന്നാ ചോദിച്ചത്. അപ്പൊ വൈറ്റിന് ഫേവറബിൾ ആയിട്ടുള്ളത് 2 ആണ്. ടോട്ടല് 2ഉം 3ഉം കൂടെ കൂട്ടിയാൽ 5. 2/5. ക്ലിയർ അല്ലത്? ഈ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആൻസർ ക്ലിയർ അല്ലേ? സാർ ഇതൊക്കെ 5 മാർക്കിന് ചോദിക്കോ? ഇതല്ല കേട്ടോ, 5 മാർക്കിന് വരുന്നുണ്ട്. ഇത് 2 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇതേ ഈ F/N വെച്ചിട്ട് തന്നെ 5 മാർക്കിന് വരും. പക്ഷെ അത് കുറച്ചും കൂടെ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും. പ്രശ്നമൊന്നുമില്ല, ലോജിക്ക് ഇത്രയേ ഉള്ളൂ. അത് ഞാൻ ഇനി പറയാം, ഇനി ഭാവിയിൽ പറയാം, വരും പറയാം. ഇത് ക്ലിയർ അല്ലേ? 2/5 കിട്ടിയ ക്ലിയർ അല്ലേ? What is the probability of selecting a boy ശ്രദ്ധിക്കുക, from the class containing 4 boys and 3 girls? അഥവാ ഒരു ക്ലാസ്സിൽ 4 ബോയ്സ് ഉണ്ട്, 3 ഗേൾസ് ഉണ്ട്. അതിന് ഒരു ബോയിനെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത ഒന്ന് പറയാൻ പറ്റുമോ? ഒരു ബോയിനെ സെലക്ട് ചെയ്യാനുള്ള സാധ്യത 4/7. വെരി ഗുഡ്. 4/7 ഉള്ളൂ. നോക്കിയേ, ഇതാ ആൻസർ 4/7. അടുത്തത് ഇത് പിന്നെ നമ്മൾ സ്ഥിരം പറയണം. വാട്ട് ഈസ് ദ ചാൻസ് ഓഫ് ഗെറ്റിംഗ് എ ഹെഡ് വെൻ എ കോയിൻ ടോസ്? ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഒരു ഹെഡ് കിട്ടാനുള്ള സാധ്യത 1/2. പിന്നെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ റെഡി. യെസ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 5 മാർക്കിന് ചോദിക്കുന്ന അത് ഈ രൂപത്തിലുള്ള ചോദ്യമാണ്. എ ഡൈ ഈസ് ത്രോൺ, ഒരു ഡൈ താഴേക്ക് ഇട്ടു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ്. 4 കിട്ടാനുള്ള സാധ്യത ഒന്ന് പറയാൻ പറ്റും? ഒരു ഡൈ ക്രോസ് ചെയ്തു, 4 കിട്ടാനുള്ള സാധ്യത ഒന്ന് വോയിസിൽ പറയേ. യെസ്, 1/6. ആൻഡ് ഈവൻ നമ്പർ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യ അല്ലെ? അല്ല, ഇരട്ട സംഖ്യ ഏതൊക്കെ ഉള്ളത്? ഡൈസിൽ ഒരു ഇരട്ട സംഖ്യകൾ ആൻസർ 2, 4, 6 അല്ലെ? അപ്പൊ എത്ര കാര്യങ്ങൾ പറഞ്ഞാണ്? 3/6. ഇതാ പറഞ്ഞ ഈ ഒരു ലോജിക് കിട്ടിയാല് പിന്നെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് ഉത്തരം പറയാൻ പറ്റും. അടുത്ത ചോദ്യം 3 or 5, 3 അല്ലെങ്കിൽ 5 കിട്ടാനുള്ള സാധ്യത 2/6. ഒരു പ്രശ്നമില്ല. അടുത്തത് ലെസ് ദാൻ 3, 3ൽ കുറവ് പറയുമ്പോ ഏതൊക്കെ വരിക? 2/6. 3ൽ കുറവ് പറയുമ്പോ 2 വരാം, 1 വരാം. ആൻസർ 2/6. ഇത്രേ ഉള്ളൂ. അതായത് 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ 2-3 ക്വസ്റ്റ്യൻസ് ഇതിൽ ആഡ് ചെയ്യും. സമ്പത്ര ലോജിക്ക് തന്നെ ഉള്ളൂ. പക്ഷെ ഇതിൽ ഇങ്ങനെ 2-3 ക്വസ്റ്റ്യൻ ആഡ് ചെയ്യും. ഇതെല്ലാം നമുക്ക് കിട്ടിയേ 1/6, 3/6, 2/6, 2/6. യെസ്, ഓക്കെ, വെരി ഗുഡ്. അടുത്ത ചോദ്യം കറക്റ്റ് നോക്കിക്കോളെ. എ ബോൾ ഈസ് ഡ്രോൺ ഫ്രം എ ബാഗ് കണ്ടെയ്നിങ് 4 വൈറ്റ് അല്ലെ, 4 വൈറ്റ്, 6 ബ്ലാക്ക്, 5 ഗ്രീൻ ബോൾ. അപ്പൊ നമ്മള് ഒരു ബാഗില് 4 വൈറ്റ് ബോൾ ഉണ്ട്, 6 ബ്ലാക്ക് ബോൾ ഉണ്ട്, 5 ഗ്രീൻ ബോൾ ഉണ്ട്. ടോട്ടൽ എത്ര ബോൾ ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? 15 ബോൾ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ബോൾ ഡ്രോൺ. അതിന് ഒരു ബോൾ വീണു. എ ബോൾ ഡ്രോൺ, ഒരു ബോൾ വീണു. നേരത്തെ ചോദിച്ച കാര്യം കേട്ടോ, ഒരു ബോളിന്റെ കഥയാണ് ഇപ്പൊ ഇതൊക്കെ പറയണത്. എന്താ അതിൽ നിന്ന് ഒരു 5 ബോളോ വീണൂടെ? അത് നമ്മൾ അടുത്ത ഹെഡിങ് ആണ്, കോമ്പിനേഷൻ ഉള്ളത്. നമുക്ക് പിന്നെ പറയാം. എന്താ പറയും? ഈ വീണത് വൈറ്റ് ആവാനുള്ള സാധ്യത എത്ര? 4/15. വെരി ഗുഡ്. അത് ഗ്രീൻ ആവാനുള്ള സാധ്യത എന്ന് പറഞ്ഞാണേ 5/15. വെരി ഗുഡ്. ബ്ലാക്ക് ആവാനുള്ള സാധ്യത 3/15. ഇനി ഒന്ന് ആലോചിച്ച് പറയണം കേട്ടോ. ഗ്രീൻ ആവാതിരിക്കാനുള്ള സാധ്യത, നോട്ട് ഗ്രീൻ. 0/15. ഗ്രീൻ ആവാതിരിക്കാറിഞ്ഞാൽ അവിടെ ആരൊക്കെ ആവാം? ബ്ലാക്ക് ആവാം, വൈറ്റ് ആവാം. അപ്പൊ എത്ര പറഞ്ഞാണ് ആൻസർ? എത്ര? 10/15.
കണ്ടതൊക്കെ വെറും ലോജിക് തന്നെ ഉള്ളൂ. ഗ്രീൻ ആവാതിരിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കി രണ്ടെണ്ണം എടുക്കുക. വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ട്. വൈറ്റ് 4-നാണ്, ബ്ലാക്ക് 6-നാണ്. 6-4 10, 10/15 എന്ന് പറയും. ഇനി ഗ്രീൻ ഓർ വൈറ്റ്, ഗ്രീനോ വൈറ്റോ ആവാനുള്ള സാധ്യത പറയും. 9/15. യെസ്, 9/15. 9/15 കണ്ട. അപ്പൊ നമ്മൾ പറഞ്ഞ ആൻസേഴ്സ്. ഇനി ഇതൊരു രസമുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ലീപ് ഇയർ സെലക്ടഡ്? എന്താ ലീപ് ഇയർ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ പറ്റും? ലീപ് ഇയർ ഫെബ്രുവരി 29-30. നമ്മൾ കുറച്ച് ഭൂമിശാസ്ത്രം പറയണം. നമുക്കറിയാലോ, ഒരു സൂര്യൻ ഒരു തവണ കറങ്ങാനുള്ള വർഷം എന്ന് പറയുന്നത് 365 ദിവസമല്ല, 365.25 ദിവസമാണ്. അതുകൊണ്ട് 4 വർഷം കൂടുമ്പോ ഫെബ്രുവരി 29 വരാറുണ്ട്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഫെബ്രുവരി 4 വർഷം കൂടുമ്പോ 29 വരുന്നുണ്ടാവും. ആ ഫെബ്രുവരി 29 വരുന്ന വർഷത്തെയാണ് ലീപ്പ് ഇയർ എന്ന് പറയാം. ലീപ്പ് ഇയറിൽ 53 സൺഡേ വരാനുള്ള സാധ്യത. ഇങ്ങനെ പരീക്ഷയ്ക്ക് 2 മാർക്കിൽ ചോദിച്ചിട്ടുണ്ട്. ആൻസർ 2/7 ആണ്. വെനസ്ഡേ ആവട്ടെ, തേഴ്സ്ഡേ ആവട്ടെ, ഫ്രൈഡേ ആവട്ടെ, സാറ്റർഡേ ആൻസർ 2 എന്ന് ഓർത്ത് വെക്കുക. ഇതെങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ ഒരു തവണ പറയൂ കേട്ടോ. അത് ഒന്ന് കുറച്ചും കൂടെ ലോജിക്കലി ഒന്ന് ആലോചിക്കണേ. ഒറ്റ തവണ പറയാ. ഞാൻ മനസ്സിലായെങ്കിൽ പ്രശ്നമൊന്നും വേണ്ട. ലീപ്പ് ഇയർ എന്ന് കണ്ട, ഞാൻ പൊതുവെ കുട്ടികളോട് പറയുന്ന ഒരു വാക്ക് അതാണ്. ലീപ്പ് ഇയർ നിങ്ങൾ കണ്ട ഉടനെ എഴുതുക 2/7. പിന്നെ അതിൽ വേറെ എടുക്കും നോക്കണ്ട. എങ്ങനെ ഈ 2/7 കിട്ടി എന്നുള്ളത് പറയാണേ. 300 ലീപ്പ് ഇയർ വരുന്ന അവിടെ 366 ദിവസം വരും അല്ലെ. സാധാരണ ഒരു വർഷത്തിൽ 365 വരെ പറയാം. പക്ഷെ ലീപ്പ് ഇയർ വരുന്ന ആ വർഷം 366 ദിവസം വരും. അപ്പൊ ടോട്ടൽ എത്ര ആഴ്ചയാണ്? ചുമ്മാ പറയാണ് കേട്ടോ, നിങ്ങൾ ലാണ്ട് മൈൻഡ് ചെയ്യണ്ട, ചുമ്മാ രസത്തിന് വേണ്ടി പറയാണ്. 366 ദിവസം ടോട്ടൽ എത്ര ആഴ്ച വരും നോക്കിയാൽ നമുക്ക് അറിയാം. 366 / 7 ചെയ്ത് നോക്കിയാൽ 52 ആഴ്ച. ശ്രദ്ധിക്കണേ, 52 ആഴ്ചകൾ ഉണ്ടാകും ലീപ്പ് ഇയർ വരുന്ന ആ വർഷത്തില്. 0.2 ഉണ്ടാവും. നിങ്ങൾ ചെയ്ത് നോക്കി, 366 / 7 ചെയ്താൽ 52.2. അതായത് 52 ആഴ്ചയും 2 ദിവസവും ഉണ്ടാവും. 52 ആഴ്ചയും 2 ദിവസവും. അപ്പൊ 52 സൺഡേ ഉണ്ടാവും. അതിൽ ആർക്കും സംശയമല്ല. 52 മൺഡേ ഉണ്ടാവും, 52 ട്യൂസ്ഡേ, 52 വെനസ്ഡേ, 52 തേഴ്സ്ഡേ, 52 ഫ്രൈഡേ, 52 സാറ്റർഡേ. അതിൽ ഒരു സംശയമില്ല. ചോദ്യം അതല്ല, 53 സൺഡേ വരാനുള്ള സാധ്യത എത്രയെന്നാണ്. 53. അപ്പൊ ഇനി ബാക്കിയുള്ള 2 ദിവസം ഉണ്ടല്ലോ, ആ 2 ദിവസം ഏതൊക്കെ വരാൻ സാധ്യത ഉണ്ട്? ഒന്ന് സൺഡേ, മൺഡേ അല്ലെ. പിന്നെ മൺഡേ, ട്യൂസ്ഡേ. പിന്നെ അടുത്തത് ട്യൂസ്ഡേ, വെനസ്ഡേ. പിന്നെ വെനസ്ഡേ, തേഴ്സ്ഡേ. ഞാൻ TH എഴുതുന്നുണ്ട്. പിന്നെ തേഴ്സ്ഡേ, ഫ്രൈഡേ. കാരണം 52 ആഴ്ച ഉണ്ട്. പിന്നെ 2 ദിവസം ബാക്കിയുള്ളത്. അപ്പൊ 2 ദിവസം ഇങ്ങനെ ചേർന്ന് വരുന്ന ദിവസങ്ങളാവുമല്ലോ. തേഴ്സ്ഡേ, ഫ്രൈഡേ. പിന്നെ ഫ്രൈഡേ, സാറ്റർഡേ. പിന്നെ വീണ്ടും സാറ്റർഡേ, സൺഡേ അല്ലെ. അപ്പൊ ഇതില് 53 സൺഡേ വരാനുള്ള സാധ്യതയാണ്. അപ്പൊ സൺഡേ എന്ന് പറയുന്നത് ഒന്ന് ഈ സൺഡേ ഉണ്ട്, ഒന്ന് ലാസ്റ്റ് ഒരു സൺഡേ വരുന്നുണ്ട് അല്ലെ. ടോട്ടൽ എത്ര സാധ്യത ഉണ്ട് നോക്കിയാൽ 1, 2, 3, 4, 5, 6, 7. അതാണ് ടോട്ടൽ നമ്പർ 7 എന്ന് പറയുന്നത്. 2 സൺഡേ വരാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ 2. അതാണ് 2/7. ഇനി ഞാൻ ചോദിക്കണേ, 2 മൺഡേ വരാനുള്ള സാധ്യത എത്ര? അതും തന്നെ ആൻസർ നോക്കിയേ. ഒരു മൺഡേ എവിടെയുണ്ട്, ഒരു മൺഡേ എവിടെയുണ്ട്. ടോട്ടൽ സാധ്യതകൾ 7. അപ്പൊ 2/7. ഇനിയിപ്പോ 53 തേഴ്സ്ഡേ വരാനുള്ള സാധ്യത ചോദിച്ചാലും ആൻസർ 2/7 ആണ്. ഇത് കിട്ടിയ രൂപതാണ്. ഇത് നിങ്ങൾ മെയിൻ ചെയ്യണ്ട, നിങ്ങൾ ഇത്ര പഠിച്ചു വെച്ചാൽ മതി. സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങനെ പറയാം. ലീപ്പ് ഇയർ എന്ന് കണ്ടിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ തന്നാൽ ആൻസർ 2/7 എഴുതാം. ഓക്കെ, അത് വന്ന റൂട്ട് ഇതാണ് കേട്ടോ. ചില ആളുകൾക്ക് കത്തിയിട്ടുണ്ടാവും, ചില ആൾക്കാർക്ക് പെട്ടെന്ന് കത്തിയിട്ടുണ്ടാവില്ല. അത് മെയിൻ ചെയ്യണ്ട, നിങ്ങൾ 2/7 എന്നുള്ളത് പഠിച്ചു വെക്കുക. ഓക്കെ, റെഡി അല്ലേ? ലീപ്പ് ഇയർ വന്നത് എങ്ങനെയാണെന്നുള്ള എഴുതേണ്ടി വരുമോ എക്സാമിന്? 5 മാർക്സ് ആണെങ്കിൽ ഒരു ആവശ്യമില്ല.
ആൻസർ Okay. ആൻസർ മാത്രം. ഇത് 5 മാർക്കിന് ചോദിച്ചിട്ടേ അല്ല, 2 മാർക്കിനെ ചോദിക്കുള്ളൂ. ആൻസർ മാത്രം എഴുതിയാൽ മതി. നിങ്ങൾ അപ്പുറത്ത് കോപ്പി അടിച്ച് എഴുതിയാലും അതിന് മാർക്ക് കിട്ടും. ഓക്കെ, എന്നാൽ അടുത്ത ഭാഗത്തേക്ക് പോവാണ്. ഇതും കൂടെ ഞാൻ പറയാണ്. ഇതോടുകൂടെ നമ്മളെ പ്രോബബിലിറ്റിയുടെ ബേസിക് ആയുള്ള കാര്യങ്ങൾ തീരും. ഓക്കെ, റെഡി? പറയട്ടെ? റെഡി അല്ലേ? ഓക്കെ അല്ലേ? റെഡി അല്ലേ? ഓക്കെ. ഓക്കെ, സെറ്റ്. എന്നാല് ആദ്യം നമുക്ക് ഇങ്ങനെ കുറച്ച് നേരം ഷീട്ടുകൾ കളിക്കാം കേട്ടോ. ഷീട്ട് കളിക്കാൻ പോവാണേ. ഷീറ്റിനെ കുറിച്ച് അഥവാ കാർഡിനെ കുറിച്ച് ഒരു ഐഡിയ വേണം, എങ്കിലേ ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഐഡിയ ഒന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ തരൂല കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയാ ഒരു ഡക്ക് ഓഫ് കാർഡിൽ നിന്ന് ഒരു 4 കിങ് വരാനുള്ള സാധ്യത എത്ര, ക്യൂന് വരാനുള്ള സാധ്യത എത്ര, അല്ലെങ്കിൽ 5 വരാനുള്ള സാധ്യത, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കാറ്. ഈ കാർഡ് വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് ഷീട്ടുകളൊന്ന് പരിചയപ്പെടാം. ഷീട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവുമല്ലോ അല്ലെ? അറിയില്ലേ? നമ്മളെ പ്ലേ കാർഡ് ഉണ്ടല്ലോ, ഷീട്ട് കളിച്ച് പോലീസൊക്കെ പിടിക്കണ കാർഡ് ഉണ്ടല്ലോ, അതന്നെ. അതില് 4 സിമ്പിൾസ് ആണ് ഉണ്ടാവാറുള്ളത്. 1 ഹേർട്ട്, 2 ഡയമണ്ട്, 3 ക്ലബ്ബ്, 4 സ്പേഡ്. ഈ ഹേർട്ട് റെഡ് കളറിലാണ് ഉണ്ടാവുക. ഹേർട്ട് റെഡ്, അപ്പൊ റെഡ് ഹേർട്ട്. ഡയമണ്ട് റെഡ് കളറിലാണ് വരിക. ക്ലബ്ബ് ബ്ലാക്ക് കളറിലാണ് വരിക. സ്പൈഡ് ബ്ലാക്ക് കളറിലാണ് വരിക. നിങ്ങൾ ഷീറ്റ് കണ്ടിട്ടുണ്ടാവും, അല്ലെ ജസ്റ്റ് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ കളറുകളാണ് ഉണ്ടാകുന്നത്. ഇനി കറക്റ്റ് ശ്രദ്ധിച്ചോളി. ഈ കാർഡില് 4 സെഷനായിട്ട് 4 ഗ്രൂപ്പായിട്ടാണ് നമ്മൾ കാർഡിനെ ഡിവൈഡ് ചെയ്യുക. എല്ലാത്തിലും ഒരു ജാക്ക് ഉണ്ടാവും, ഒരു കിങ് ഉണ്ടാവും, ഒരു ക്യൂൻ ഉണ്ടാവും, ഒരു ഏസ് ഉണ്ടാവും. ഇപ്പൊ ഞാൻ അത് ഹേർട്ടിലാ പറയുന്നത്. ഹേർട്ടില് ജാക്ക് ഉണ്ടാവും, കിങ് ഉണ്ടാവും, ക്യൂൻ ഉണ്ടാവും, ഏസ് ഉണ്ടാവും. പിന്നെ 2 മുതൽ 1 ഒന്നുണ്ടാവൂലേ, 2 മുതലായിരിക്കും. 2, 3, 4, 5, 6, 7, 8, 9, 10 ഇങ്ങനെ ഇത്രയും വാല്യൂസ് ഉണ്ടാവും. ടോട്ടൽ 13 ഹേർട്ട് എന്നുള്ള ചിഹ്നം വരുന്ന 13 കാർഡുകൾ ഉണ്ടാവും കേട്ടോ. ഒന്നുകൂടെ പറയാണ്, ഹേർട്ട് എന്ന ചിഹ്നം വരുന്ന 13 കാർഡ് ഉണ്ടാവും. ഹേർട്ട് ചിഹ്നം വരുന്ന 13 കാർഡ് ഉണ്ടാവും. അതിൽ ഒരു ജാക്ക്, ഒരു കിങ്, ഒരു ക്യൂന്, ഒരു ഏസ്, പിന്നെ 2 മുതൽ 10 വരെ നമ്പേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഡയമണ്ട് എന്ന ചിഹ്നം വരുന്നത്, ഇതും റെഡ് കളറിലാണ് ഉണ്ടാവുക കേട്ടോ. ഡയമണ്ട് എന്ന ചിഹ്നം വരുന്നതിലും ടോട്ടൽ 13 കാർഡ് ഉണ്ടാവും. അതിലും നേരത്തെ പറഞ്ഞ പോലെ ഒരു ജാക്ക് ഉണ്ടാവും, ഒരു കിങ് ഉണ്ടാവും, ഒരു ക്യൂൻ ഉണ്ടാവും, ഒരു ഏസ് ഉണ്ടാവും, പിന്നെ 2 മുതൽ 10 വരെ നമ്പേഴ്സ് ഉണ്ടാവും. എല്ലാത്തിനും സെയിം ആട്ടോ. അടുത്ത ക്ലബ്ബ് വരുന്നത്, ഇതാണ് ക്ലബിന്റെ ചിഹ്നം കേട്ടോ. ബ്ലാക്ക് കളറായിരിക്കും ഉണ്ടാവുക. ക്ലബിലും 13 കാർഡ് ഉണ്ടാവും. അതിൽ ഒരു ജാക്ക്, ഒരു കിങ്, ക്യൂന്, ഏസ്, 2 മുതൽ 10 വരെ. പിന്നെ അടുത്ത സ്പേഡും ബ്ലാക്ക് കളറാണ് ഉണ്ടാവുക. അതിലും നേരത്തെ പറഞ്ഞ പോലെ ജാക്ക്, കിങ്, ക്യൂന്, ഏസ്, ഇത് 4 ഉണ്ടാവും. അതോടൊപ്പം തന്നെ 2 മുതൽ 10 വരെ നമ്പേഴ്സ് ഉണ്ടാവും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു ഡക്ക് ഓഫ് കാർഡിൽ, ഒരു കാർഡിന്റെ പെട്ടിയിൽ ടോട്ടൽ എത്ര കാർഡ് ഉണ്ടാവും? ഇതൊക്കെ ഒരു പെട്ടിയിലുള്ളതാട്ടോ. ടോട്ടൽ എത്ര കാർഡ് ഉണ്ടാവും? 13 അല്ലെ? 4 13 ചേർന്ന 52 കാർഡ് ഉണ്ടാവും. കറക്റ്റ് ശ്രദ്ധിച്ചോളി, 52 കാർഡ് ഉണ്ടാകും. ഇനി ഞാൻ ചോദിക്കട്ടെ, 52 കാർഡ്, ഇത് ഓർത്ത് വെച്ചോളി കേട്ടോ. ഞാൻ ചോദിക്കാണേ, ഈ 52 കാർഡിൽ ഹേർട്ട് വരാനുള്ള സാധ്യത ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 13/52. യെസ്, ഇതൊക്കെ അല്ലെ ഫസ്റ്റ് പറഞ്ഞതൊക്കെ ഹേർട്ടാണ്. ഇതൊക്കെ ഹേർട്ടാണ്. അപ്പൊ 13/52. കറക്റ്റ് ആലോചിച്ച് പറയണേ. ഞാൻ ഈ പറഞ്ഞത് ഓക്കെയാണോ? കാർഡിന്റെ ഈ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ ഓക്കെയാണോ? വോയിസ് പറഞ്ഞാൽ Yes, sir. റെഡിയാണ്. ഓക്കെ. എന്റെ അടുത്ത ചോദ്യം, ഈ ഡക്ക് ഓഫ് കാർഡില് ഡയമണ്ട് വരാനുള്ള സാധ്യത എത്ര? ഡയമണ്ട് വരാനുള്ള സാധ്യത 13/52. ഡയമണ്ട് വരുന്നത് 13 13/52. അങ്ങനെയാണെങ്കിൽ ഈ ഡക്ക് ഓഫ് കാർഡില് സ്പെയ്ഡ് വരാനുള്ള സാധ്യത എത്ര? 13/52. ഓക്കെ, വെരി ഗുഡ്. ഇനി ആലോചിച്ച് പറയണേ, ഈ ഡക്ക് ഓഫ് കാർഡില് റെഡ് വരാനുള്ള സാധ്യത എത്ര? റെഡ് കേട്ടോ, റെഡ് 26/52. കാരണം ഇത് രണ്ടും റെഡാണ്. ഇവിടെ 13 ഉണ്ട്, ഇവിടെയും 13 ഉണ്ട്. 13 26. അപ്പൊ ആൻസർ
26/52. 26/52. ഇനി ആലോചിച്ച് പറയണേ, ഒരു കിങ് വരാനുള്ള സാധ്യത എത്ര? കിങ് വരാനുള്ള സാധ്യത 4/52. ടോട്ടൽ നമുക്കറിയാം 4 കിങ് ഉണ്ട്. അപ്പൊ ആൻസർ 4/52. അങ്ങനെയാണെങ്കിൽ ബ്ലാക്ക് കിങ്, ശരിക്കും ശ്രദ്ധിക്കണേ, ബ്ലാക്ക് കിങ് വരാനുള്ള സാധ്യത എത്ര? ബ്ലാക്ക് കിങ് 2/52. വെരി ഗുഡ്. ബ്ലാക്ക് ഇവിടെയും രണ്ടെണ്ണേ ഉള്ളൂ. മറ്റേത് രണ്ട് റെഡ് ആണ്, അത് കൂട്ടൂല. അപ്പൊ 2/52. 2/52. അങ്ങനെയാണെങ്കിൽ ആലോചിച്ച് പറയണേ. 2/52 ആവോ സാറേ? 2/52 വരുന്നത് ഈ ബ്ലാക്ക് നോക്കിയേ, ക്ലബിന്റെയും സ്പെയ്ഡിന്റെയും ഞാൻ ഒന്ന് മാർക്ക് ചെയ്യണ്ടേ, ഇത്രയും ഭാഗമാണ് ബ്ലാക്ക് വരുന്നത്. ഞാൻ ഇപ്പൊ മാർക്ക് ഉണ്ട്, ഇത്രയും ഭാഗമാണ് ബ്ലാക്ക് വരുന്നത്. അപ്പൊ അതിലിതാ ഇവിടെ ഒരു കിങ് ഉണ്ട്, ഇവിടെ ഒരു കിങ് ഉണ്ട്, 2 കിങ് അല്ലേ? അപ്പൊ നമ്മൾ പറയും 2/52 എന്ന് പറയും. ക്ലിയർ ആണോ? ബ്ലാക്ക് 26 അല്ലല്ലേ? അല്ല, നമ്മള് ആ ഡക്ക് ഓഫ് കാർഡാ നോക്കുക, ടോട്ടൽ കാർഡാ നോക്കുക, 52 നോക്കുക. അതിൽ ബ്ലാക്ക് കിങ് വരാനുള്ള സാധ്യത അങ്ങനെ വരിക കേട്ടോ. അപ്പൊ 52 കാർഡ് ഉണ്ട്, അതിൽ ബ്ലാക്ക് വരാനുള്ള സാധ്യത. സാറേ ഒരു ജാക്ക് വരാൻ സാധ്യത എത്രയെന്ന് വെച്ചാൽ 4/52 ആണ്. ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. കിങ് വരാനുള്ളത് 4/52, ഒരു ക്യൂന് വരാനുള്ളതും 4/52, ഒരു എയ്സ് വരാനുള്ളതും 4/52. ഈ നമ്പർ റെഡില് 2 ജാക്ക് വരാൻ ചാൻസ് പറയുമ്പോ 2/52 അല്ലേ? ഓക്കെ ഓക്കെ. എന്നാ ഞാൻ ചോദിക്കട്ടെ, ഹേർട്ട് കിങ് വരാനുള്ള സാധ്യത എത്ര? 1/52 അല്ലേ? ഹേർട്ട് കിങ് ഒന്നേ ഉള്ളൂ, 1/52. അങ്ങനെയാണെങ്കിൽ ക്ലബ് ക്യൂന് വരാനുള്ള സാധ്യത 1/52. ക്ലബില് ക്യൂന് ഒന്നേ ഉള്ളൂ, 1/52. അങ്ങനെയാണെങ്കിൽ ശരിക്കും ശ്രദ്ധിക്കട്ടോ, റെഡ് എയ്സ് വരാനുള്ള സാധ്യത 2/52. വെരി ഗുഡ്. റെഡിൽ ഈ 2 എയ്സും വരും. റെഡി അല്ലേ? യെസ് സാർ. അങ്ങനെ കാർഡ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. എന്നാൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാ. നോക്കിയേ, ഇങ്ങനെയായിട്ട് ക്വസ്റ്റ്യൻ വരാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് വരിക. മുകളിൽ നോക്കാം. വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ദാറ്റ് എ ബ്ലാക്ക് കാർഡ് ഒന്ന് ആൻസർ വേഗം പറഞ്ഞാണ്. എ ബ്ലാക്ക് കാർഡ്, ബ്ലാക്ക് കിട്ടോ? 26/52. പിന്നെ പരീക്ഷയ്ക്ക് ചിത്രമൊന്നും ഉണ്ടാവില്ല, ആ ഒരു സാധനം ഐഡിയ വേണം. 26/52. അത് പഠിച്ചു വെക്കണം, അത് കറക്റ്റ് പഠിച്ചു വെക്കണം കേട്ടോ. പഠിക്കൊന്നും വേണ്ട, ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. ഈ നോട്ട് ഞാൻ അയച്ചുതരാം, ഗ്രൂപ്പൊക്കെ അയച്ചുതരാം കേട്ടോ. അപ്പൊ ഈ ഒരു ഐഡിയ ഉണ്ടാവണേ. എക്സാമിന് ഇത് എത്രേ ചോദിക്കുള്ളൂ കേട്ടോ. അപ്പൊ ഈ മുകളിൽ കണ്ടില്ലേ, ഇത്രേ ചോദിക്കുള്ളൂ എക്സാമിന്. ബാക്കി നമ്മള് കണ്ടെത്തി എഴുതണം. അപ്പൊ ഒരു കിങ് വരാനുള്ള സാധ്യത പറയും, ഒരു കിങ് വരാനുള്ള സാധ്യത 4/52. 4/52. ഒരു ക്യൂന് വരാനുള്ള സാധ്യത 4/52. 4/52. ഒരു സ്പെയ്ഡ് വരാനുള്ള സാധ്യത 13/52. യെസ്, സ്പെയ്ഡിൽ എത്ര? 13 ആണ്. 13/52. ഇനി നോക്കേ, സ്പെയ്ഡ് കിങ്